അടുത്തിടെ നിര്യാതനായ ശ്രീ ഷാജിയൻ കരുണിൻ്റെ പിറവിയുണ്ടല്ലോ, അടിയന്തരാവസ്ഥക്കാലത്തെ ക്രൂരമായ നിശബ്ദതയെ സംബന്ധിച്ച്, ശബ്ദത്തെക്കാൾ വല്ലാത്തതായിട്ടുള്ള വേദന ജനിപ്പിക്കുന്ന നിശബ്ദത അത് കടന്നു വന്നതിനെ സംബന്ധിച്ച് ഇവിടെ ഈ സെൻസർ ബോർഡ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ എമ്പുരാൻ സിനിമ അത് പുറത്തിറങ്ങിയതിന് ശേഷം ഈ സെൻസർ ബോർഡിന് എന്തൊരു വെപ്രാളമായിരുന്നു. അവധി ദിവസം നട്ടപ്പാതിരയ്ക്ക് പെട്ടെന്ന് തന്നെ അത്തരത്തിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലെല്ലാം സുപ്രീം കോടതി അത്തരത്തിൽ അവധി ദിവസവും അർദ്ധരാത്രിയിലും സിറ്റിംഗ് നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതി അത്തരത്തിൽ ചെയ്യേണ്ടി വന്നതിനെ കടത്തിവെട്ടുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ സെൻസർ ബോർഡ് അത്തരത്തിൽ എമ്പുരാൻ സിനിമയിൽ കട്ട് നടത്തുന്നതിന് വേണ്ടി ചരിത്രമാണ്, അത് രാഷ്ട്രീയമുണ്ട്, ശരിയാണ്, നടന്ന കാര്യങ്ങളാണ്. ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പിന്നീടുള്ളവർ അറിയരുത് എന്നുള്ളതാണ് എങ്കിൽ, ഇത് കുഴിച്ചിടുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെയാണ് എങ്കിൽ സെമിത്തേരിയിലെ സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് നമ്മുടെ സെൻസർ ബോർഡ് വല്ലാതെ അങ്ങനെ ഈ ധരിച്ചു പോയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അതിലേക്ക് നിയോഗിച്ച രാഷ്ട്രീയ മേലാളന്മാരുടെ ഇച്ഛ എന്ത് എന്നറിഞ്ഞ് പെരുമാറുകയാണ് അവർ ചെയ്തത് എന്ന് മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ളൂ. വായടയ്ക്കൂ എന്നാണ്, നിങ്ങളുടെ മനസ്സ് പോലും പുറത്തേക്ക് വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കരുത്, നിങ്ങൾ ചുണ്ടനക്കരുത്, നിങ്ങളുടെ ശബ്ദങ്ങൾ പുറത്തു വരരുത്, അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്നുള്ളത്.